സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ തന്നിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആവൃത്തിയും തരംഗ ദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എന്ത്? ആവൃത്തി, തരംഗ ദൈർഘ്യം തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിപരീത അനുപാതമാണ്. ആവൃത്തിയും തരംഗ ദൈർഘ്യവും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം സോണിക് ബൂമാണ്. സോണിക് ബൂം. വിമാനത്തിന്റെ വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് മാക് നമ്പർ. മാക് നമ്പർ. 1 മാക് നമ്പർ സമം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ വിമാനത്തിന്റെ വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് മാക് നമ്പർ. 1 മാക് നമ്പർ സമം 340 മീറ്റർ പെർ സെക്കൻഡ്. ധ്രുവ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ജിയുടെ മൂല്യം ധ്രുവ പ്രദേശങ്ങളിൽ എത്രയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ മൂല്യം ധ്രുവ പ്രദേശങ്ങളിൽ. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അമ്പെയ്ത് മീൻ പിടിക്കാൻ സഹായകരമാകുന്ന പ്രതിഭാസം. അമ്പെയ്ത് മീൻ പിടിക്കാൻ സഹായകരമാകുന്ന പ്രതിഭാസമാണ് അപവർത്തനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപവർത്തനം. മഴവില്ലിന്റെ അഗ്ഗവശത്ത് കാണപ്പെടുന്ന നിറം ഏതാണ്? മഴവില്ലിന്റെ അഗ്ഗവശത്ത് കാണപ്പെടുന്നത് വയലറ്റ് ആണ്. വയലറ്റ്. പുറം വക്കില് കാണപ്പെടുന്നത് എന്താണ്? റെഡ് ആണ്. നടുക്കായിട്ട് കാണപ്പെടുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് പച്ചയാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. LPGയുടെ മണം അനുഭവപ്പെടുമ്പോൾ ഏകദേശം എത്ര ശതമാനം LPG അന്തരീക്ഷത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. LPGയുടെ മണം അനുഭവപ്പെടുമ്പോൾ ഏകദേശം എത്ര ശതമാനം LPG അന്തരീക്ഷത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. 3% ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3%. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? ഇവിടെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത വരുന്നത് 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ് ആണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത വരുന്നത്. ഒരു വൈദ്യുത ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുമെങ്കിൽ പവർ കണക്കാക്കുക. ഒരു വൈദ്യുത ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുമെങ്കിൽ പവർ കണക്കാക്കുക. ഇവിടെ വൈദ്യുത ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പവർ കാണാനായിട്ട് P = W/T എന്ന ഇക്വേഷൻ എടുക്കാം. അപ്പോൾ 15 × 1000 ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക, /20. ആൻസർ വരുന്നത് 750 വാട്ടാണ്. അടുത്ത ചോദ്യം, പ്രകാശിക സാന്ദ്രത കൂട്ടിയ മാധ്യമത്തിന്റെ പ്രകാശത്തിന്റെ വേഗത ഡാഷ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിന്റെ പ്രകാശത്തിന്റെ വേഗത കുറവാണ്. ഓപ്ഷൻ ബി കുറവാണ്. ആക്ക വ്യത്യാസ നിരക്കിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്ക വ്യത്യാസ നിരക്കിന്റെ യൂണിറ്റ്. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം എന്താണ്? വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലം വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം. സൂര്യന്റെ പാലായന പ്രവേഗം എത്ര? സൂര്യന്റെ പാലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 618
km/s. സൂര്യന്റെ പാലായന പ്രവേഗം. ക്വാണ്ടം ഫീൽഡ് തിയറി, ദ വൈ, വാട്ട് ആൻഡ് ഹൗ എന്ന പുസ്തകം ആരുടെ രചനയാണ്? ക്വാണ്ടം ഫീൽഡ് തിയറി, ദ വൈ, വാട്ട് ആൻഡ് ഹൗ എന്ന പുസ്തകം ആരുടെ രചനയാണ്? താണു പത്മനാഭന്റെ രചനയാണ്. താണു പത്മനാഭൻ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം 0. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, വസ്തുക്കൾക്ക് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശത്താണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 മാത്രം ശരി. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം 0 എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി, 1 മാത്രം ശരി. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? പവറിന്റെ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. അടുത്ത ചോദ്യം, താപഗതിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? താപഗതിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങ് ആക്കിയാൽ പരസ്പരാകർഷണ ബലം. വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങ് ആക്കിയാൽ പരസ്പരാകർഷണ ബലം 4/1 ഓപ്ഷൻ ബി, 4/1 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടുകൂടി ചലിക്കുന്നു. വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം എത്ര? ഓപ്ഷൻ ബി ആണ്, 48 ന്യൂട്ടൺ. 48 ന്യൂട്ടൺ. വാഹനങ്ങളുടെ ടൈൽ ലാമ്പുകളിലെ റിഫ്ലക്ടറുകളിൽ പ്രിസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന കോൺ അളവ് എത്ര? ഓപ്ഷൻ സി ആണ്, 450. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾ 900 കോണുകളിൽ ക്രമീകരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 3. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണം. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണമാണ് അവതല ദർപ്പണം. ഓപ്ഷൻ എ, അവതല ദർപ്പണം. പ്ലവക്ഷമ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലവക്ഷമ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്ന എയും ബിയും ഇവ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, എയും ബിയും. ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവും പ്ലവക്ഷമ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം? പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം പ്രതല ബലമാണ്. പ്രതല ബലം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെമിസ്ട്രിയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ തന്നിരിക്കുന്നു പദാർത്ഥം, അതിൻ്റെ രാസസൂത്രവുമാണ് തന്നിരിക്കുന്നത്. പഞ്ചസാര C12H22O11, ഗ്ലൂക്കോസ് C6H12O6, റാംനോസ് C6H12O5. ശരിയായ ജോഡികൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 1875 ഏത് ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് വില്യം ക്രൂക്സ്. ഓപ്ഷൻ ബി, വില്യം ക്രൂക്സ്. ഉദയസൂര്യന്റെ നാട് എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നും പേര് ലഭിച്ച മൂലകം ഏതാണ്? ഉദയസൂര്യന്റെ നാട് എന്നർത്ഥമുള്ള വാക്കിൽ നിന്നും പേര് ലഭിച്ചത് നിഹോണിയമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, നിഹോണിയം. സീസിയത്തിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം? സീസിയത്തിന്റെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 8 18 18 8 1. താഴെ നൽകിയിരിക്കുന്നവയിൽ ഉപലോഹത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഉപലോഹത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ എ, സിർക്കോണിയം.
താഴെ നൽകിയിരിക്കുന്നവയിൽ ലാന്തനോയിഡിന് ഉദാഹരണം ഏത്? ലാന്തനോയിഡിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് യൂറോപ്പിയം. ഓപ്ഷൻ ഡി യൂറോപ്പിയം. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ പോളാർ സ്വഭാവം പ്രകടമാക്കുന്ന സംയുക്തം ഏതാണ്? പോളാർ സ്വഭാവം പ്രകടമാക്കുന്ന സംയുക്തം NH3 ആണ്. NH3. ശരിയായ സമീകൃത രാസസമവാക്യം ഏത്? ഓപ്ഷൻ സി ആണ് SiCl4 plus 4H2O gives H4SiO4 plus 4HCl. ശരിയായ സമീകൃത രാസസമവാക്യം. അമോണിയയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റേത്? തന്നിരിക്കുന്നു. രൂക്ഷഗന്ധമുള്ള നിറമുള്ള വാതകമാണ്. ഹൈഡ്രജൻ ബന്ധനം കാണപ്പെടുന്നു. അമോണിയ വാതകം ജലത്തിൽ നന്നായി ലയിക്കും. അമോണിയയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ്. രൂക്ഷഗന്ധമുള്ള നിറമുള്ള വാതകമാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓസോൺ വാതകത്തിന്റെ നിറം എന്ത്? ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീലയാണ്. ഇളം നീല. പ്രസ്താവന ശ്രദ്ധിക്കുക. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിനെ പിഗ് അയൺ എന്ന് വിളിക്കുന്നു. വ്യാവസായിക അയണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. 53ാമത് IUPAC ജനറൽ അസംബ്ലി നടക്കുന്നത് എവിടെ? കോലാലംപൂർ. 53ാമത് IUPAC ജനറൽ അസംബ്ലി നടക്കുന്നത് കോലാലംപൂർ. 2024 രസതന്ത്ര നോബലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ് ഡേവിഡ് ബേക്കറെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പ്രോട്ടീൻ ഘടന പ്രവചനമാണ് ഡെമിസ് ഹസാബീസിനെയും വിക്ടർ ആംബ്രോസിനെയും പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. പ്രോട്ടീനിൽ സാധാരണയായി 20 വ്യത്യസ്ത അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. അവയെ ജി നിർമ്മാണ ബ്ലോക്കുകൾ എന്ന് വിശേഷിപ്പിക്കാം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി വാനിലിൻ. കൊളോയിഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല. പ്രകാശപാത ദൃശ്യമാണ്. കണികകൾ അടയുന്നു. കൊളോയിഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. PSC ബുള്ളറ്റിനിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നും തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളായിരുന്നു. അപ്പം അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ലേറ്റസ്റ്റ് PSC ബുള്ളറ്റുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.